ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് പാചകവും കാര്യങ്ങളൊന്നുമല്ല ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാനൊരു പൊതുവെയുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക് കുറേ കാലമായി ഞാൻ അങ്ങനെ ഒരു ടോപ്പിക് സംസാരിക്കണം എന്ന് ആലോചിക്കാറുണ്ടായിരുന്നു. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ നിങ്ങളിലേക്കത് ഷെയർ ചെയ്യാമെന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്, അമ്മമാർ ചെറിയ കുഞ്ഞുങ്ങളെ അവർക്ക് നോക്കാൻ കഴിയില്ല, അവർക്ക് മാനസിക സമ്മർദ്ദം വരികയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തുക, അതുപോലെ കൊല്ലുക, വെള്ളത്തിൽ കുട്ടികളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ ശ്വാസം മുട്ടിച്ച് കൊല്ലുക, അവരറിയാതെ അവർക്കൊരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ടല്ലേ. അതെന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചെറിയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ പ്രധാന കാലഘട്ടം അവരുടെ കുടുംബ പശ്ചാത്തലം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കുഞ്ഞിനെ ഗർഭം ധരിക്കുമ്പോൾ ഗർഭാരംഭം എന്ന് പറയും നമ്മുടെ ഗർഭിണികളുടെ മാനസികാവസ്ഥ, ഹോർമോൺ ചേഞ്ച് മുഖേന ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഉമ്മമാരായ ഓരോരുത്തർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ ഗർഭിണിയിൽ വരുന്ന എല്ലാ ചിന്തകളും, അവർക്ക് വരുന്ന എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഈ കുഞ്ഞിനെയും ബാധിക്കും. ഈ ഗർഭിണിയിൽ ഒരുപാട് ചിലപ്പോൾ നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഓരോ കാര്യങ്ങളായിരിക്കും ഗർഭിണികൾ ഓരോന്ന് പറയുക. പക്ഷെ അതൊക്കെ അവരുടെ ഹോർമോൺ ചേഞ്ചും അവരുടെ മാനസികാവസ്ഥയുടെ പ്രശ്നമൊക്കെ ആയിരിക്കും. നമ്മൾ അവർക്കൊരു നന്നായിട്ടൊരു കെയർ കൊടുത്താൽ, നന്നായിട്ടൊരു സന്തോഷം കൊടുത്താൽ, അതിന് പൂർണ്ണമായിട്ട് നമ്മൾ കൂടെ നിൽക്കുന്ന അവരുടെ പങ്കാളികൾ, അവരുടെ പേരൻസ്, അവരുടെ കൂടെ ആരെയാണോ നിൽക്കുന്നത് അവരെ ആശ്രയിച്ചിട്ടാണ് ഈ കുഞ്ഞിൻ്റെ ഈ അമ്മയുടെയും സ്വഭാവങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. കാരണം ഈ അമ്മയ്ക്ക് കിട്ടുന്ന സന്തോഷങ്ങളാണ് ഈ കുഞ്ഞിനും ഉണ്ടാവുക. ആ സന്തോഷമാണ് കുഞ്ഞിനുണ്ടാവുക. കുഞ്ഞുങ്ങൾക്ക് സ്വഭാവ വൈകല്യങ്ങൾ മാത്രമല്ല വർക്കുമുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി മുതൽ കുഞ്ഞുങ്ങൾക്ക് പല വൈകല്യങ്ങളും ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്? ഈ ഗർഭിണിക്ക് കിട്ടുന്ന ട്രീറ്റാണ്. ഇപ്പോൾ പല സാഹചര്യത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ്, ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ ഇപ്പോൾ പലവരും പറയുന്നൊരു കാര്യം, ചിലവാണ്, അത് കുറേ പൈസൻ്റെ ചിലവാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണ് ഈ ഗർഭിണി ഓരോ ദിവസവും തള്ളി നിൽക്കുന്നത്. അവൾക്ക് കൊടുക്കേണ്ട മാനസിക സന്തോഷങ്ങളോ അവളുടെ അവസ്ഥ ഇതിലൂടെയാണ് കടന്നു പോകുന്നതോന്നോ ആരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവളിൽ വരുന്ന ഓരോ കാര്യങ്ങളും ഈ കുഞ്ഞിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ഈ പെൺകുട്ടിക്കും പല ഹോർമോൺ ചേഞ്ചിലൂടെയാണ് കടന്നു പോകുന്നത്. മുലപ്പാൽ കൊടുക്കുന്ന ഒരു അമ്മമാർക്ക് ആ ഒരു മുലപ്പാൽ കൊടുക്കുന്ന കാലയളവിൽ ആ അമ്മമാർക്കും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും, അവർ പറയുന്ന വിഷമങ്ങളും അവർക്ക് അവരുടെ ശരീരത്തിനും മനസ്സിനും അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. അതിന് നമ്മൾ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ, പേരൻസ് ആയാലും അവരുടെ പങ്കാളികളായാലും നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളൊരു കുഞ്ഞുണ്ടാവുകയുള്ളൂ. അതുപോലെ ആരോഗ്യപരമായിട്ട് ആ കുഞ്ഞിനൊരു അമ്മ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചില കുട്ടികളെ കൊണ്ടൊക്കെ പറയുമല്ലേ, ഈ കുട്ടി ജനിച്ച മുതൽ കരച്ചിലാണെന്ന്. എന്താണ് അതിന് കാരണം? നമ്മളുടെ സാമൂഹിക ചുറ്റുപാട് തന്നെയാണ്. ഓരോ കുട്ടികളിലും ഓരോ സ്വഭാവ വൈകല്യങ്ങൾ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 90% ആ ഗർഭിണിക്ക് ഗർഭാവസ്ഥയിൽ കിട്ടിയ ട്രീറ്റിൻ്റെ ഫലമായിട്ടാണ്. കുട്ടി ഏറ്റവും സന്തോഷവും മിടുക്കനും ആരോഗ്യപരമായിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് അന്ന് അവളുടെ കൂടെ നിന്ന ആൾക്കാർ കൊടുത്ത സന്തോഷവും സമാധാനവും ആയിരിക്കും. അതിന് നമുക്ക് സംശയമില്ല. കാരണം ഖുർആനിൽ പറയുന്നുണ്ട്, അതല്ലാതെ എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്, ഗർഭിണിക്ക് സന്തോഷകരമായൊരു അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, അവൾക്ക് നന്നായിട്ട് അവളെ ട്രീറ്റ് ചെയ്യുക. പക്ഷെ എത്രത്തോളം ആൾക്കാർ അതൊക്കെ നോക്കുന്നുണ്ട്? പഴയ കാലഘട്ടത്തിലൊക്കെ ഒരു പെൺകുട്ടി ഗർഭിണിയായാൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പഴമക്കാർ പറയുന്നത്, അത് ഞങ്ങളൊക്കെ ഒരു 10 പ്രസവിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല, അങ്ങനെ പറഞ്ഞിട്ട് പാടെ അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും അവഗണിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. കുറേ ആൾക്കാർക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇപ്പോൾ ഉള്ള ഉമ്മമാരധികവും. അതുകൊണ്ട് ചിലവർക്ക് അറിവില്ലായ്മ നല്ലോണം ഉണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ആരും കൂടുതൽ ക്ലാസ്സോ കാര്യങ്ങളോ എടുക്കാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് കാരണം ചില അമ്മമാർക്ക് ഇത് അറിയില്ല. അപ്പം നമ്മൾ അറിവിലേക്ക് വേണ്ടി നമ്മൾ പറയാം, നമ്മളെ വീട്ടിലൊരു കുഞ്ഞ് ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അവൾക്ക് മാക്സിമം സന്തോഷം കൊടുക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക. ഒരുപാട് വിഷമ അവസ്ഥയിലൂടെയാണ് പോകുന്നത്. നമ്മളൊക്കെ അമ്മമാരായിട്ടുള്ള ആൾക്കാരായിരുന്നു. അതുകൊണ്ട് തന്നെ
ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷം കൊടുക്കുക. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും സന്തോഷിപ്പിച്ചും അവളൊരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മൾ ഏറ്റവും സന്തോഷവാന്മാരാണ് എന്ന് നമ്മൾ അവളെ മനസ്സിലാക്കി കൊടുക്കുക. നമുക്ക് സന്തോഷം ഉണ്ടാവും, പക്ഷേ ചിലവുകളും കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് നമ്മൾ ആദ്യം പറയൽ ആരുടെ മുന്നിലാണ്? ഈ ഗർഭിണിയുടെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ആ ഒരു മാനസിക സമ്മർദ്ദം വരിക, അത് ഈ കുഞ്ഞിനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ ഈ ഗർഭിണിയെ ബാധിക്കുന്നു. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടത്തിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ കുഞ്ഞിൻ്റെ അമ്മമാരും അച്ഛന്മാരും മാത്രം നോക്കിയാൽ പോരാ, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകാർ മാത്രം നോക്കിയാൽ പോരാ. നമ്മുടെ കൂടെ നിൽക്കുന്ന പേരൻസും നമ്മുടെ ആരൊക്കെയുണ്ട് ബന്ധുക്കളും എല്ലാവരും ഒരുമിച്ച് തന്നെ മുന്നേറുക എന്നുള്ള പ്രയത്നത്തോടുകൂടി ഞാൻ എൻ്റെ ടോപ്പിക് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.